മാ ആല മനിഖ്തസദ ഇങ്ങനെ പറയുന്ന ഒരു ഖബറുണ്ട്. ഹദീസ് എന്ന നിലക്ക് പലരും പറയുമെങ്കിലും ഹദീസ് ലഈഫാണ് എന്നൊക്കെയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. മുങ്കറാണെന്ന് പറഞ്ഞവരുണ്ട്, മൗദൂ ആണെന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ അങ്ങനെയല്ല ആകുമ്പോൾ ഹദീസ് എന്നുള്ള നിലക്ക് പറയണ്ട. പക്ഷെ പല കിതാബുകളിലും ഈ ഉദ്ധരണി കാണാം. മാ ആല മനിഖ്തസദ എന്നാണ് ടെക്സ്റ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നയാൾ ദരിദ്രനാവുകയില്ല എന്നുള്ളതാണ്. പുതിയ സാഹചര്യത്തിൽ ഇത് വളരെയധികം പ്രസക്തമാണ്. കാരണം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൊക്കെ യുദ്ധ സാഹചര്യമാണുള്ളത്. അപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ അളവിൽ പ്രതിസന്ധി വരാനുള്ള സാധ്യത വളരെയാണ്. അപ്പോൾ എല്ലാ കുടുംബങ്ങളിലും സാമ്പത്തിക അച്ചടക്കം വളരെ ആവശ്യമാണ്. പ്രവാസികളൊക്കെ അവരുടെ വീടുകളിൽ അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമായിരിക്കുകയാണ്. വേറെ ഒരു ഖബറും കൂടെയുണ്ട് ഇതിന് ഉപോത്ബലകമായിട്ട്, കിതാബുകളിലൊക്കെ കാണാം. മജാ വരും, ഒരു വർഷത്തേക്കുള്ള ഫുഡ് കരുതേണ്ടി വരും എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഉദ്ധരണികൾ കാണാം. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്തുകൊണ്ടും ഇപ്പോൾ ദുനിയാവ് എപ്പോഴും ഒരേപോലെ പോയിക്കൊള്ളണം എന്നില്ല, കയറ്റിറക്കങ്ങൾ ഉണ്ടാകും. അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് സാമ്പത്തികമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും കുടുംബങ്ങളിലുമൊക്കെ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഏതായാലും കൂടുതൽ തുറവടിക്കും പ്രശ്ന പരിഹാരത്തിനും വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അതേ അവസരത്തിൽ സാമ്പത്തിക അച്ചടക്കം കുടുംബങ്ങളിലൊക്കെ പാലിക്കേണ്ടതുമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.